2006 പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ടായിരുന്നു ജയലളിത 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സമീപിച്ചത്. ഒരു MLA മാത്രമുണ്ടായിരുന്ന വിജയകാന്തിന്റെ പാർട്ടിക്ക് 41 സീറ്റുകൾ വാഗ്ദാനം ചെയ്ത് കൂടെക്കൂട്ടിയ അവർ DMK അപ്രസക്തമാക്കുന്ന വിജയമാണ് സ്വന്തമാക്കിയത്. ഒറ്റയ്ക്ക് 3-2 ഭൂരിപക്ഷം നേടി അണ്ണാ DMK പ്രതിപക്ഷ നേതൃസ്ഥാനം വിജയകാന്തിന് നൽകിക്കൊണ്ട് കരുണാനിധിയെയും മകനെയും വെറും MLA-മാരാക്കി സഭയിലിരുത്തിയതിലും വിജയിച്ചു. പിന്നീട് കരുതലോടെ എന്നാൽ പ്രതികാര ബുദ്ധിയോടെയുള്ള നീക്കങ്ങളായിരുന്നു ജയലളിത നടത്തിയത്. മുൻ മുഖ്യമന്ത്രിയും തന്റെ ചിരവൈരിയുമായ കരുണാനിധിയുടെ സ്വപ്ന പദ്ധതികളെ ഓരോന്നായി തകർക്കുകയായിരുന്നു അവർ. 1000-ലേറെ കോടി മുടക്കി നിർമ്മിച്ച പുതിയ സെക്രട്ടേറിയറ്റ് മന്ദിരത്തെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയാക്കി മാറ്റിക്കൊണ്ടുള്ള ഉത്തരവായിരുന്നു ആദ്യം. കോടതിയിലും അക്കാര്യത്തിൽ വിജയം നേടിയ ജയലളിത പിന്നീട് ജനക്ഷേമ പദ്ധതികളിലേക്ക് ചുവടുമാറ്റി. പാവപ്പെട്ട തൊഴിലാളികൾക്കും സാധാരണക്കാർക്കും ആശ്വാസകരമായ അമ്മ ഉണവകങ്ങൾ സംസ്ഥാനത്തുടനീളം തുടങ്ങിയവർ അതിലൂടെ നേടിയത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിലെ വലിയ വിജയമായിരുന്നു. ചെന്നൈ അടക്കമുള്ള 10 കോർപ്പറേഷനുകളും മഹാഭൂരിപക്ഷം മുനിസിപ്പാലിറ്റികളും അണ്ണാ DMK പിടിച്ചെടുത്തു. ചരിത്രത്തിലാദ്യമായാണ് ചെന്നൈ കോർപ്പറേഷൻ ഭരണം DMKയ്ക്ക് നഷ്ടമായത്. തുടർന്ന് നടന്ന 2 ഉപതെരഞ്ഞെടുപ്പുകളിലും വൻ വിജയമാണ് പാർട്ടിക്ക് നൽകിയത്. കാവേരി, മുല്ലപ്പെരിയാർ, പാലാർ തുടങ്ങിയ അന്തർ സംസ്ഥാന നദീജല കരാറുകളിൽ സുപ്രീം കോടതിയിൽ നേടിയ അനുകൂല വിധികളും ജയലളിത എന്ന ഭരണാധികാരിയുടെ വിജയമായിരുന്നു. അതിനിടയിൽ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ബംഗളൂരു പ്രത്യേക കോടതിയിൽ നേരിട്ട് ഹാജരാകേണ്ടി വന്നു എന്നതു മാത്രമാണ് അവർ നേരിട്ട തിരിച്ചടി. അവിടെ പ്രത്യേക കോടതിയിലെ ജഡ്ജി മക്കൾ ജോൺ കുൻഹ 1300 ചോദ്യങ്ങൾ അവരോട് ചോദിച്ചു. ആരോപണങ്ങൾ നിഷേധിച്ചും ആദായം സംബന്ധിച്ച രേഖകൾ കൈമാറിയും അവിടെയും വിജയം നേടും എന്ന പ്രതീക്ഷയിലായിരുന്നു വിചാരണ അവസാനിച്ചത്. കേസിൽ തീർപ്പ് വരുന്നതിന് മുൻപേ ആയിരുന്നു 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ്. തമിഴകത്തെ 40 പിടിച്ച് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പ്രതിപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയാകാം എന്ന നിലയിലായിരുന്നു തലൈവിയുടെ പടപ്പുറപ്പാട്. നാളെ നാമത്തെ 40 നമതേ എന്നതായിരുന്നു അണ്ണാ DMKയുടെ മുദ്രാവാക്യം. തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗങ്ങളിലെല്ലാം ചെങ്കോട്ടയുടെ ചിത്രമായിരുന്നു പിന്നിൽ. രാഷ്ട്രീയത്തിനപ്പുറത്തെ അടുത്ത സുഹൃത്തും ഗുജറാത്ത് മുഖ്യമന്ത്രിയുമായ നരേന്ദ്രമോദിയുമായി വാക്കാൽ കൊമ്പുകോർത്തതും ഈ തെരഞ്ഞെടുപ്പ് വേളയിലായിരുന്നു. ഇന്ദലേഡിയ അന്ത മോഡിയ ഒങ്ങൾക്ക് തേവൈ എന്ന ജയലളിതയെക്കൊണ്ട് ചോദിപ്പിച്ചത് തമിഴ്നാട്ടിൽ വികസനമില്ലെന്ന നരേന്ദ്രമോദിയുടെ പരാമർശമായിരുന്നു. 40-ൽ 37 നേടിയ ജയലളിത DMK ലോക്സഭയിൽ നിന്ന് തന്നെ പുറത്താക്കുന്നതിലും വിജയിച്ചു. വിജയങ്ങൾ മാത്രം ശീലമാക്കി മികച്ച ഭരണാധികാരിയുടെ ജനകീയ പിന്തുണയുമായി വിരാജിക്കുമ്പോഴാണ് അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ വിധി വരുന്നത്. 100 കോടി പിഴയും 6 വർഷം തടവുമായിരുന്നു ജയലളിതയ്ക്കും ശശികലയടക്കമുള്ള കൂട്ടാളികൾക്കും വിധിച്ച ശിക്ഷ. മുഖ്യമന്ത്രി സ്ഥാനം അസാധുവായ ജയലളിത പിന്നീട് 3 ആഴ്ച ബംഗളൂരുവിലെ പരപ്പനാഗ്രഹാല ജയിലിൽ കഴിഞ്ഞു. ഒരിക്കൽ കൂടി O. പനീർശെൽവം ജയലളിതയുടെ പകരക്കാരനായി തമിഴ്നാട് മുഖ്യമന്ത്രിയായി. കരഞ്ഞുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ സത്യപ്രതിജ്ഞ. കർണാടക ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചുവെങ്കിലും സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യം നേടി പുറത്തിറങ്ങിയ ജയലളിത 8 മാസത്തിനകം കർണാടക ഹൈക്കോടതിയിൽ നിന്ന് കേസിൽ കുറ്റമുക്തിയായി 5ാം വട്ടവും മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. അന്ന് മന്ത്രിമാരെ കൊണ്ട് കൂട്ടസത്യപ്രതിജ്ഞ ചെയ്യിച്ചതും ദേശീയഗാനം ചുരുക്കി അവതരിപ്പിച്ചതും അവരുടെ അനാരോഗ്യത്തിന്റെ സൂചനയായി വ്യാഖ്യാനിച്ചിരുന്നു. ജയലളിത என்னும் நான் ஆண்டவன் மீது ஆணையிட்டு உறுதிமொழிகிறேன். O. பன்னீர்செல்வம் என்னும் நான், நத்தம் R. விஸ்வநாதன் என்னும் நான், R. வைத்திலிங்கம் என்னும் நான், எடப்பாடி K. பழனிசாமி என்னும் நான் அரசியலமைப்பிற்கும் சட்டத்திற்கும் இணங்க அச்சமும் ஒருதலை சார்பும் இன்றி விருப்பு வெறுப்பை விலக்கி பலதரப்பட்ட மக்கள் அனைவருக்கும் நேர்மையானதை செய்வேன் என்றும் ஆண்டவன் மீது ஆணையிட்டு உறுதிமொழிகிறேன். പിന്നീട് ചെന്നൈ RK നഗറിൽ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പ്രത്യേക സൗകര്യങ്ങൾ സജ്ജീകരിച്ചതും ഒറ്റ ദിവസം കൊണ്ട് പ്രചാരണം തീർത്തതുമൊക്കെ ഊഹാപോഹങ്ങൾക്ക് വഴിവെച്ചു. എന്നാൽ ആഴ്ചകളോളം വീട്ടിൽ നിന്നിറങ്ങാതെ മന്ത്രിമാരെ പോലും കാണാൻ കൂട്ടാകാതിരുന്നപ്പോൾ
മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം അന്തരിച്ചപ്പോൾ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാതിരുന്നപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ അവരുടെ മരണം വരെ പലരും പ്രചരിപ്പിക്കുകയുണ്ടായി. പക്ഷേ ഏതാനും ദിവസങ്ങൾക്കകം അവർ പ്രധാനമന്ത്രി സ്വീകരിക്കാനായി വിമാനത്താവളത്തിലെത്തി ഊഹാപോഹങ്ങളിൽ അടിസ്ഥാനമില്ലെന്ന് തെളിയിച്ചു. ചെന്നൈയിൽ നൂറ്റാണ്ടിന്റെ വെള്ളപ്പൊക്കവും ഉണ്ടായപ്പോൾ സ്വന്തം മണ്ഡലത്തിൽ കാറിൽ പര്യടനം നടത്തി ജയലളിത ജനങ്ങളോട് സംവദിച്ച് തന്റെ ആരോഗ്യം സംബന്ധിച്ച പരക്കുന്ന എല്ലാ വാർത്തകൾക്കും മറുപടിയും നൽകി. ഇത്തരമൊരു സാഹചര്യത്തിലാണ് അവർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിക്കുന്നത്. പ്രതിപക്ഷം ചിഹ്നിച്ചെതിർ നിന്നപ്പോൾ ഒരിക്കൽ കൂടി വലിയ വിജയമായിരുന്നു ജയലളിത പ്രതീക്ഷിച്ചത്. സ്റ്റാലിന്റെ നേതൃത്വത്തിൽ DMK അപ്രതീക്ഷിത കുതിപ്പ് നടത്തിയെങ്കിലും കേവല ഭൂരിപക്ഷത്തിനപ്പുറത്തേക്ക് അണ്ണാ DMKക്ക് എത്താൻ കഴിഞ്ഞു. അങ്ങനെ 4 നൂറ്റാണ്ടിന് ശേഷം തമിഴകത്ത് ഒരിക്കൽ കൂടി ഭരണ തുടർച്ച ഉണ്ടായി. ஜெயலலிதா என்னும் நான் சட்டப்படி அமைக்கப்பெற்ற பலதரப்பட்ட மக்கள் அனைவருக்கும் நேர்மையானதை செய்வேன் என்றும் ஆண்டவன் மீது ஆணையிட்டு உறுதிமொழிகிறேன். അധികാരമേറ്റെടുത്ത് തൊട്ടടുത്ത നിമിഷം അവർ ചെയ്ത ഘട്ടം ഘട്ടമായുള്ള മദ്യനിരോധന ഫയലിൽ ഒപ്പുവെക്കലായിരുന്നു. പിന്നീട് സ്ത്രീകളുടെ പ്രസവാവധി 9 മാസമാക്കിക്കൊണ്ടുള്ള ഉത്തരവുമിറക്കി. മുലയൂട്ടുന്ന അമ്മമാർക്ക് ബസ് സ്റ്റാൻഡുകളിൽ പ്രത്യേക മുറി, വനിതാ പോലീസുകാർക്ക് പ്രത്യേക ബൈക്ക്, പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹത്തിന് 1 പവൻ സ്വർണം, അങ്ങനെ ജനങ്ങൾ പ്രത്യേകിച്ച് സ്ത്രീകൾ ആഗ്രഹിക്കുന്ന പദ്ധതികളായിരുന്നു അവരുടെ പ്രത്യേകത. ഇതാണ് ജയലളിതയെ തമിഴകത്തെ ഏറ്റവും ജനകീയയായ മുഖ്യമന്ത്രിയായി കൺകണ്ട ദൈവമായി ഉയർത്തുന്നതിനുള്ള കാരണം. ജയലളിതയെ ഏകാധിപതിയായും തന്നിഷ്ടക്കാരിയായും ധിക്കാരിയുമായൊക്കെ വിലയിരുത്തുന്നവരുണ്ടാകാം. പക്ഷേ തമിഴ്നാട്ടിലെ സാധാരണ ജനങ്ങൾക്കവർ പുരട്ചി തലൈവിയാണ്, അമ്മയാണ്. ഒരമ്മ മക്കളോട് എങ്ങനെ പെരുമാറുന്നുവോ, മക്കളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞു നൽകുന്നുവോ അതെല്ലാം ജയലളിത നൽകിയിരുന്നുവെന്നാണ് അവരുടെ തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ വ്യക്തമാക്കിയത്. മാധ്യമങ്ങളോട് കൃത്യമായി അകലം പാലിക്കുകയും എന്നാൽ പറയാനുള്ള അറിയിക്കാനുള്ള കാര്യങ്ങൾ കൃത്യമായി അറിയിക്കുകയും ചെയ്തിരുന്നു അവർ. ഭരണത്തിലിരുന്ന 5 വർഷക്കാലം ഒരിക്കൽ പോലും വാർത്താസമ്മേളനം നടത്താത്ത മുഖ്യമന്ത്രിയായിരുന്നു ജയലളിത. എന്നാൽ അവർ അസുഖം ബാധിച്ച് വീട്ടിൽ വിശ്രമിക്കുമ്പോഴും ഭരണകാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിരുന്നില്ല. പ്രതികരിക്കേണ്ട സാഹചര്യങ്ങളിൽ അവർ പ്രതികരിക്കുകയും ഇടപെടേണ്ട സമയങ്ങളിൽ ഇടപെടുകയും ചെയ്തു. ആദ്യമായി ജയലളിതയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച വാർത്ത പുറത്തു വന്നപ്പോഴും എല്ലാവരും കരുതിയത് പഴയ പോലെ അവർ തിരിച്ചുവരും എന്നു തന്നെയാണ്. ഊഹാപോഹങ്ങൾ പ്രചരിക്കുമ്പോഴും ഭൂരിപക്ഷം പേരും അതിനെ തള്ളിക്കളഞ്ഞതും ജയലളിതയിലെ ആ വിശ്വാസം കൊണ്ടായിരുന്നു. എന്നാൽ MGRനെ പോലെ തന്നെ ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിൽ ആദ്യമായി ചികിത്സയുടെ ജയലളിതയും പുറത്തിറങ്ങിയത് ജീവനില്ലാതെയാണ് എന്നത് ചരിത്രത്തിലെ സമാനതകളില്ലാത്ത സാഹചര്യം.